ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ADV സഞ്ചാരീസ്. നമ്മുടെ കൊടൈക്കനാൽ ട്രിപ്പിലെ മൂന്നാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറ്റ് രണ്ട് പാർട്ടികൾ കാണാത്തവർ അത് കണ്ടിട്ട് ഇത് കാണുക കേട്ടോ. ഗുണ കേവിലോട്ടാണെന്നും പറഞ്ഞ് ഗൂഗിൾ മാപ്പ് നമ്മളെ ഒരു ചെറിയ ഇടവഴി കൂടെ ഒക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഇവിടെ ചെറിയ ഹെയർ പിന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റേടത്ത് നമ്മൾ വന്ന വഴിയിൽ വലിയ ഹെയർ പിന്നൊന്നും ഇല്ലെങ്കിൽ ഇവിടെ ഒരു ചെറിയ ഹെയർ പിന് കിട്ടി. പക്ഷേ റോഡ് ഭയങ്കര വീതി കുറവും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഇച്ചിരി റിസ്ക്കാണ്. ഇങ്ങനെയുള്ള റോഡിലൊക്കെ ഹെയർ പിൻ ഇച്ചിരി ടാസ്ക്കാണ്. ഇവിടെ നിന്ന് ഭയങ്കര ഒരു ഹെയർ പിൻ ആണെന്നാ തോന്നുന്നു. ഭഗവാനി കൃഷ്ണ നാരായണ മുകിന്ദ ജനാർദ്ദന. അയ്യോ അയ്യോ അയ്യോ, ബ്രേക്ക് പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ബ്രേക്ക് പിടിച്ചാൽ വണ്ടി തെന്നും. എത്ര ABS ഉണ്ടെന്ന് പറഞ്ഞാൽ സ്ലോ സ്പീഡ് ബ്രേക്ക് പിടിച്ചാൽ ടയർ ലോക്കാവും. ഹെയർ പിൻ അല്ലെങ്കിലും ഒരു വി വളവാ, വി പോലുള്ള വളവാ. കാരണം അവിടെ ചരല് മൊത്തത്തിൽ ഇളകിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്ലോ സ്പീഡിൽ ബ്രേക്ക് ഫുള്ള് പിടിക്കാൻ പറ്റത്തില്ല. പിടിച്ചു കഴിഞ്ഞാൽ ടയർ ലോക്കാവും. ABS പ്രവർത്തിക്കണമെങ്കിൽ തന്നെ വണ്ടി ഒരു മിനിമം സ്പീഡിൽ ഓടിയെങ്കിലേ ABS പ്രവർത്തിക്കത്തുള്ളൂ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. അപ്പോൾ കുത്തനെയുള്ള ഇറക്കത്തിലൊക്കെ ഇങ്ങനെ അത് ഏത് വണ്ടിയാണെങ്കിലും പണിയിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ ടയർ ലോക്കാവാത്ത രീതിയിൽ പിടിച്ചുകൊണ്ടെങ്കിൽ വരിക എന്നുള്ളതല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. ഉള്ള മെറ്റിലല്ല, റോഡിൻ്റെ ടാറിങ് മൊത്തം ഇളകി കളയ്ക്കാന്നേ. ഒരുപാട് പശുവുമ്പുണ്ട് കേട്ടോ ഈ ഭാഗങ്ങളിൽ. ഭഗവാനി കൃഷ്ണ നാരായണ മുകുന്ദ ജനാർദ്ദന. അയ്യോ, പശുവുമ്പ ഒന്നും അഗ്രസീവ് അല്ല. ചെറിയൊരു ഫോറസ്റ്റ് റൂട്ടാണ് കേട്ടോ. പക്ഷേ കൊടുങ്കാടൊന്നും അല്ല, പക്ഷെ ഒരു കാണാനൊരു ഫോറസ്റ്റിൻ്റെ ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റൂട്ടാണ്. സംഭവം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. മരങ്ങളുണ്ടായതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ചുകൂടെ തണുപ്പ് നമുക്ക് കിട്ടുന്നുണ്ടേ. ശ്വാസം ഒന്ന് വലിച്ചെടുത്തപ്പോൾ അന്നനാളം വരെ മരവിച്ചു പോയി. ശ്വാസനാളം വരെ മരവിച്ചു പോയി. അമ്മാതിരി തണുപ്പ് ഉള്ളിലോട്ട് വലിഞ്ഞ് കയറിപ്പോയെ. നെഞ്ചിനകത്തൊരു വിക്സ് വലിച്ചൊരു സുഖം കേട്ടോടി. ഈ വിക്സ് മൂക്കിനകത്തോട്ട് വലിക്കത്തില്ലയോ, അപ്പൊ നെഞ്ചിനകത്തൊരു തണുപ്പ് കിട്ടത്തില്ലയോ? ആ ഒരു ഫീല് ശ്വാസം ഒന്ന് വലിച്ചപ്പോ. മര്യാദക്ക് വെക്കണവർ, ഞാൻ പറഞ്ഞില്ലേ ഹെൽമെറ്റ് വെക്കാൻ. ഒരു പൊട്ടി ഭാരം താങ്ങാൻ വയ്യാന്നും പറഞ്ഞ് ഹെൽമെറ്റ് എടുക്കാതെ വന്നു. പാവം പിടിച്ചോളൂ. ഇവിടുന്ന് ഇടത്തോട്ടാന്ന് തോന്നുന്നു കേട്ടോ. ഇടത്തോട്ടാണ്. KL വണ്ടിയൊന്നുമില്ല, KL 41. KL വണ്ടി കൂടുതൽ. എല്ലാവരും ഗുണാക്കേവ് കാണാനാണ് KL വണ്ടികളെല്ലാം ചീറിപ്പഞ്ഞു വരുന്നത്. ഗുണാക്കേവ് കാണാൻ വേണ്ടി ഓടി വരുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഈ ട്രാവലർ KL ആണ്. അവിടെ രണ്ടാവന്മാർ നോക്കുന്നത്. അതിൽ ഒരുത്തിന് കാക്കി ഷർട്ടാണോ എന്നൊരു സംശയം. ഇവിടെയുള്ള പോലീസുകാരന്മാർ യൂണിഫോമിൻ്റെ പുറത്ത് ജാക്കറ്റ് ഇട്ടേക്കുന്നുണ്ടേ. ഈ പോലീസ് മോമ്മമാരാണോ എന്നൊരു സംശയം നമുക്ക് വരും. നമ്മൾ വല്ല നാട്ടിലും പോയി ഇങ്ങനെ ഏണി പിടിച്ച് വെക്കരുത്. അല്ലേലും അന്യ സംസ്ഥാനത്തു നിന്ന് അന്യ നാട്ടിൽ നിന്നൊക്കെ വന്നേക്കാണ് എന്നൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മളെ ചുമ്മാ ഇട്ട് വരട്ടാനൊക്കെ അങ്ങനെയൊക്കെ കുറേ മൈൻഡുള്ള കുറേ ഡാഷ് മക്കളുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ അതിനൊരു അവസരം ഒരുക്കരുത്. എന്ന് വെച്ചാൽ നമ്മളവരെ പല നാട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളവരെ പേടിച്ച് മാറുന്നു എന്നല്ല. കാരണം നമ്മളൊരു സ്ഥലം ആസ്വദിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തോടു കൂടി വരുമ്പോൾ ആ ഒരു ലക്ഷ്യമല്ലേ നമ്മൾ നിറവേറ്റണ്ടേ. അല്ലാതെ ഇത് തമിഴ്നാട് വണ്ടിയാണ്. എൻ്റെ മോന് ഗ്രൗണ്ടാണല്ലേ. എന്ത് രസമാണ് കാണാൻ. ഒരു സ്ഥലമുണ്ട് അത് മറ്റേ ഇല്ല, അത് പൂണ്ടി. അത് നാളെ പോവാം. നമുക്ക് പൂണ്ടിയിൽ പോകണം. പൂണ്ടിയിൽ ഇങ്ങനൊരു സ്ഥലമുണ്ട്. പൂണ്ടിയല്ല, കൂഗൽ ഒരു റീൽ ഞാൻ കണ്ടു. ദിസ് ഈസ് നോട്ട് സ്കോട്ട്ലൻഡ്, ദിസ് ഈസ് കൂഗൽ. ആ ഒരു സ്ഥലത്ത് പോകണം. അവിടെ ഒരു ലേക്കൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ തമിഴ്നാട്ടിൽ ഒന്നും ഊട്ടി കൊടൈക്കനാൽ ഇവിടെ നമുക്ക് ഈ മറ്റേ ഒരു ലിറ്ററിൻ്റെ കുപ്പിവെള്ളം കിട്ടത്തില്ല. അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവർ 1 ലിറ്ററിൻ്റെ കുപ്പിവെള്ളം എല്ലാം നിരോധിച്ചിട്ട്. എൻ്റെ മോനെ ഇത് നോക്കി, അടിപൊളി സ്ഥലം. ഇതൊന്നും അല്ല ഗ്രീൻ വാലി ആണോ? എന്നാൽ നമുക്ക് ആദ്യം ഗുണാക്കേവി പോയിട്ട് ആണല്ലേ, രണ്ടും ഒന്ന് തന്നെ. നമുക്ക് ഗുണാക്കേവി പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരാം.
ഇതാണ് ഗ്രീൻ വാലി. എല്ലാം നമ്മൾ പോകുന്ന എല്ലാ സ്ഥലങ്ങളും, നമുക്ക് കാണേണ്ടതായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും ഒറ്റ റൂട്ട് തന്നെ, അല്ലെങ്കിൽ വലിയ ദൂരമില്ലാതെ അടുത്തടുത്തൊക്കെ തന്നെ. നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് പിന്നെ കുറേ കിടന്ന് കറങ്ങി തിരിഞ്ഞൊന്നും വരേണ്ടതായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ആവശ്യകതയും. ചെക്ക് പോസ്റ്റാ ഗുണ കേവിലോട്ട് ഈ വഴി അല്ലേ? ഓ, എന്ത് രസം നോക്കിയാ കാണാൻ. വൺ വേ ആണോ? ഒന്നുമില്ല. ഇത് വൺ വേ എന്നൊക്കെ എഴുതി കാണിച്ച്. പിന്നെ ചെക്ക് പോസ്റ്റ്. അപ്പം അവർ ചോദിച്ചത് സിഗരറ്റ്, ലൈറ്റർ, മാച്ച് ബോക്സ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ടോ എന്നാണ് അവർ ചോദിച്ചത്. പിന്നെ നമുക്ക് അങ്ങനെയൊന്നും ശീലമില്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് നമ്മളെ കയറ്റി വിട്ട് പൊക്കോന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ അവർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായിരിക്കാം. റൂട്ട് ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി റൂട്ട്, എനിക്കിഷ്ടപ്പെട്ടു. അടിപൊളി റൂട്ട് എന്ന് വെച്ചാൽ റോഡല്ല, ആ ഒരു വ്യൂ നോക്കിയേ, രണ്ട് സൈഡിൽ എന്തൊക്കെ തരം മരങ്ങളാണോ എന്തോ. മരങ്ങൾ കാണാൻ തന്നെ പ്രത്യേക അഴകാണ് കേട്ടോ. അമ്മേ, ഇവിടെയും പോലീസുകാരുണ്ടല്ലോ കർത്താവേ. ഇവിടെ നിന്ന് എന്തുവാണോ പരിപാടി? പില്ലർ റോക്കുകാരുടെയും ഗുണ കേവ് എല്ലാ സാധനവും ഇവിടെയൊക്കെ തന്നെ. പൈസ കൊടുക്കണം കേട്ടോ. ഇവിടെ രണ്ട് പിരിവുണ്ടെന്ന് തോന്നുന്നു, എന്തുവെന്നറിയാൻ വയ്യ. എത്ര രൂപയാണോ എന്ത്? ടിക്കറ്റ് ഉണ്ടോ? ടിക്കറ്റ് ഇവിടെ ആയിരിക്കും. ഏ 20 രൂപ. ടിക്കറ്റ് ഉണ്ട്. പറഞ്ഞോ? ഇത് വൺ വേ അവിടെ എഴുതി വെച്ചേക്കുന്നത് കണ്ടില്ലേ? അപ്പൊ നമ്മൾ ഓരോന്ന് കണ്ടായിരിക്കണം പോകണ്ടല്ലേ? അതെന്തൊക്കെയാവട്ടെ. ഇല്ല, കണ്ടില്ല. എടേ വ്യൂ പോയിന്റ് ഉണ്ടേ. ഗ്രീൻ വാലി എന്ന് പറഞ്ഞാൽ പച്ച മൈതാനം അല്ലേ ഗ്രീൻ വാലി. ഇവിടെ ഇനി എന്തുവാ? ഓ, എത്ര ചെക്ക് പോസ്റ്റ് കുന്ന ഒരു കേക്ക് ഗുണ കേവ് കാണാൻ. അവന്മാരെല്ലാം അടച്ചുകൂട്ടി വെച്ചേക്കാണ്, കാണാനും പറ്റത്തില്ല. വെൽക്കം ടു പില്ലർ റോക്ക്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് വെച്ചുകൂടെ? അയാളെങ്കിൽ ഓ, നല്ല രസമുണ്ട് ഇല്ലയോ? വണ്ടി ഇടങ്ങണം കൊണ്ട് കളഞ്ഞിട്ട് പോയല്ലോ. അയ്യോ, നേരെ നോക്കിയടി. അയ്യോ, എൻ്റെ ഭഗവാനെ, ഈ വണ്ടി ഞാൻ അവിടെ കൊണ്ട് വെക്കും.